മലപ്പുറം കൊണ്ടോട്ടി കൊളത്തൂരിൽ ടിപ്പർ ലോറി മറിഞ്ഞ വഴിയാത്രക്കാരൻ മരിച്ചിരിക്കുകയാണ്. വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ വാർത്തയില്ലാത്ത ഒരു ദിവസവും ഇല്ല എന്ന ഒരു സങ്കടകരമായ വസ്തുത കൂടിയാണ് ഇന്നിപ്പോൾ വ്യക്തമാകുന്നത്. മരിച്ചയാളെ എന്തായാലും തിരിച്ചറിഞ്ഞിട്ടില്ല. കരിങ്കൽ കയറ്റി വന്ന ലോറി ദേഹത്തേക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകുക. ഷംസീർ, എപ്പോഴാണ് അപകടം ഉണ്ടായത്? നിയന്ത്രണം തെറ്റിയ ലോറിയാണോ മറിഞ്ഞത്? ദിവ്യ, രാവിലെ 6 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. കൊളത്തൂർ ഭാഗത്ത് വെച്ചാണ്, കൊണ്ടോട്ടി കൊളത്തൂർ ഭാഗത്ത് വെച്ചാണ്, എയർപോർട്ട് ജംഗ്ഷൻ അടുത്ത് വെച്ചാണ് ഈ അപകടം സംഭവിച്ചത്. ദേശീയപാതയിൽ തന്നെയാണ് അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യം. ഈ പള്ളിയിൽ പോയി തിരിച്ചു മടങ്ങുകയായിരുന്ന നീറ്റാണിമൽ സ്വദേശി അലവിക്കുട്ടിയുടെ ദേഹത്തേക്കാണ് ഈ ലോറി മറിഞ്ഞത്. കരിങ്കൽ കയറ്റി വരുന്ന ലോറിയായിരുന്നു. അതിനുശേഷം ലോറിക്കുള്ളിൽ അലവിക്കുട്ടി കുടുങ്ങിപ്പോകുന്ന ഒരു നിലയുണ്ടായി. ശേഷം ക്രെയിൻ എത്തിച്ചാണ് ലോറി ഉയർത്തുകയും പിന്നീട് അദ്ദേഹത്തെ പുറത്തെടുക്കുകയും ചെയ്തത്. തൽക്ഷണം തന്നെ മരിച്ച ഒരു സ്ഥിതിയായിരുന്നു. ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. എന്താണ് ഈ അപകടത്തിന് കാരണം എന്ന് നമുക്ക് വ്യക്തമല്ല. രാവിലെ ആ സമയത്തൊന്നും അധികം തിരക്കുള്ള റോഡല്ല അത്. ഏതായാലും ദേശീയപാതയിലാണ് അപകടം എന്നതും കൂടുതൽ അപകടങ്ങളില്ലാതെ രക്ഷപ്പെട്ടു എന്നതും ആശ്വാസകരമായ കാര്യം കൂടിയാണ്. ഏതായാലും ഡ്രൈവറെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വാഹന അപകടങ്ങൾ ആവർത്തിക്കുകയാണ്. അതിൽ ശക്തമായ ഒരു പരിശോധന തന്നെ അത്യാവശ്യമാണ് എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്.